പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ സൗഖ്യം ആഗ്രഹിക്കാത്ത ആരാണുണ്ടാവുക? തീർച്ചയായിട്ടും ഈ ദുനിയാവിൽ നമ്മൾ വസിക്കുമ്പോൾ തീർച്ചയായിട്ടും അസുഖങ്ങളില്ലാതെ നല്ലൊരു സന്തോഷ ജീവിതം കെട്ടിപ്പടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഹുസ്നുൽ ഖാത്തിമത്ത്, നമ്മുടെ അവസാന അന്ത്യം അത് സുന്ദരമാകാനും തീർച്ചയായിട്ടും ഏതൊരു വ്യക്തികളും ഭയപ്പെടുന്ന, വിഷമിക്കുന്ന ഒരു സന്ദർഭമാണ് മരണമെന്നത്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും ആ ഒരു മരണം നമ്മളെല്ലാവരും പുൽകേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ അവസാന ആ നിമിഷം ഹുസ്നുൽ ഖാത്തിമത്ത് നന്നാവാനും വേണ്ടിയിട്ട് നമുക്കൊരു ദുആ ഇന്ന് പഠിക്കാനുണ്ട്. തീർച്ചയായിട്ടും മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തെ ആഡ് ചെയ്തിട്ടുള്ള ഈ പരിശുദ്ധമായ ഈ കുഞ്ഞു ദുആ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതോടെ തീർച്ചയായിട്ടും അൽഹംദുലില്ലാഹ് നമുക്ക് ഒരുപാട് ഖൈറുകളും നന്മകളും വാരിക്കോരിച്ചൊരിയാൻ സാധിക്കുമെന്ന് മാത്രമല്ല, ഈ അവസാന സമയം നമ്മുടെ മരണം അത് നല്ല രീതിയിൽ ആവാനും സന്തോഷത്തോടു കൂടി ഈ ദുനിയാവിൽ നിന്ന് പിരിയാനും വേണ്ടിയിട്ട് നമുക്ക് ഈ ദുആ കാരണമാവും. ഇൻഷാ അല്ലാഹ് അത് ഏത് ദുആയാണ്, അതെപ്പോഴാണ് ചെല്ലേണ്ടത്, അതിൻ്റെ മറ്റുള്ള സവിശേഷതകൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. അൽഹംദുലില്ലാഹ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും നമ്മൾ പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ പോരിശേറിയ ദിനങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും ഇന്നത്തെ സൂര്യാസ്തമാനത്തോടു കൂടി നമ്മിലേക്ക് പ്രവേശിക്കുന്നത് തിങ്കളാഴ്ച രാവാണ്. തിങ്കളാഴ്ച രാവിൻ്റെ സവിശേഷതകൾ ഞാൻ പറയാതെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയുന്ന വസ്തുതയാണ്. കാരണം നമ്മുടെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൃഷ്ടിപ്പിൻ്റെ തുടക്കം തന്നെ ഈ പരിശുദ്ധമായ തിങ്കളാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച നമ്മൾ ഏതൊരു പ്രവർത്തനവും തുടങ്ങിയാൽ, എന്ത് നല്ല കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ സക്സസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പരാജയം ഒരിക്കലും അവിടെ സംഭവിക്കില്ല. നഹ്സ് അവിടെ കടന്നു വരികയില്ല എന്ന് തന്നെ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതിനാൽ നമ്മൾ എന്ത് നല്ല പ്രവർത്തനങ്ങളും തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും സെലക്ട് ചെയ്യപ്പെടാൻ പറ്റുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് പരിശുദ്ധമായ തിങ്കളാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൃഷ്ടിച്ചു പൂജാതനായി ഭൂമിയിലേക്ക് വന്നത് ആ ഒരു പരിശുദ്ധമായ ദിനത്തിലാണ്. അതുകൊണ്ടാണ് തിങ്കളാഴ്ച ദിവസത്തിന് ഇത്രത്തോളം മഹത്വവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി ആദരിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ സുദിനത്തിൽ, വെള്ളിയാഴ്ചയുടെ രാവിൽ നമ്മുടെ പിതാവ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രത്തോളം നന്മകൾ നൽകിയിട്ടുണ്ടോ, നന്മകൾ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ടോ, അതിലേറെ അവരെ സൃഷ്ടിക്കാൻ, സ്വർഗത്തെയും നരകത്തെയും സൃഷ്ടിക്കാൻ, ഈ ലോകത്ത് തന്നെ പടക്കാൻ കാരണമായ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു ജന്മദിനം ആഘോഷിക്കുന്ന, അല്ലെങ്കിൽ അതിന് കാരണമാകുന്ന ഈ പരിശുദ്ധമായ തിങ്കളാഴ്ച രാവ് എന്തുകൊണ്ടും മഹത്തരം തന്നെ. അതിനാൽ തീർച്ചയായിട്ടും ഇന്നത്തെ പരിശുദ്ധമായ തിങ്കളാഴ്ച രാവിൻ്റെ സുദിനത്തിൽ മർമ്മപ്രധാനമായിട്ടും നമുക്ക് നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്,
അൽഹംദുലില്ലാ നമ്മൾ ഇതുവരെ കേട്ടറിഞ്ഞിട്ടില്ലാത്ത, മനസ്സിലാകാത്ത, എവിടെയും കേട്ട് അറിവില്ലാത്ത ഈ ഒരു കുഞ്ഞു ദുആ, അൽഹംദുലില്ലാ, ഈ ദുആ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഒരുപാട് നന്മകളും അനുഗ്രഹങ്ങളുമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും ഈ ഒരു കുഞ്ഞു ദുആ, ഈ പറയുന്ന പരിശുദ്ധമായ ഒരു കുഞ്ഞു ദുആ, അല്ലാഹുമ്മ അക്രീം ആദിൽ ഉമ്മത്തൽ മുഹമ്മദിയ എന്ന് തുടങ്ങുന്ന ഈ പരിശുദ്ധമായ ഈ കുഞ്ഞു ദുആ നമുക്ക് സിമ്പിളായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. കണ്ടുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഈ കുഞ്ഞു ദുആ, ഇത് നമ്മൾ പറയുന്നതിലൂടെ ഒരുപാട് നേട്ടങ്ങൾ നമ്മൾക്ക് കൈവരിക്കാൻ സാധിക്കും. എന്താണ് ഈ ദുആയിൽ പറയുന്നത്? അത് നമുക്കൊന്ന് പരിശോധിക്കാം. ശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്ത്, അല്ലാഹുവേ നീ ആരുടെ സമുദായമാണോ ഈ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായമാക്കിയിട്ടുള്ളത്, ആരുടെ സമുദായമാണ്? നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായം. അല്ലാഹുവേ ഈ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തോടുള്ള ആദരവായിട്ട് ഇനി സമുദായത്തിന് എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ചൊരിയണേ, വർഷിപ്പിക്കണേ എന്നതാണ് ഈ പരിശുദ്ധമായ ദുആയുടെ അർത്ഥം. എവിടെ? ഫിദ്ദാറൈൻ, ഇരു ലോകത്തും അല്ലാഹുവേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിന് ഇനി അനുഗ്രഹങ്ങളും നന്മകളും ചൊരിയണേ എന്നതാണ് ഈ പരിശുദ്ധമായ കുഞ്ഞു ദുആയുടെ സാരം എന്ന് പറയുന്നത്. അതിനാൽ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു പരിശുദ്ധമായ ഈ ഒരു കുഞ്ഞു ദുആ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ദുആയാണ്. ഇത് നമ്മൾ ഒരു 3 തവണ പ്രാവർത്തിക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അൽഹംദുലില്ലാ ഖൈറാണ്. ഇല്ലെങ്കിൽ ഒരു തവണയെങ്കിലും നമ്മൾ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. തീർച്ചയായിട്ടും നമ്മുടെ 5 വക്ത നമസ്കാരങ്ങൾക്ക് ശേഷം തീർച്ചയായിട്ടും ഈ ഒരു ദുആ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഈ ഒരു ദുആ നമ്മൾ പ്രാവർത്തികമാക്കുന്നതിലൂടെ അൽഹംദുലില്ലാ നമ്മുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിന് എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും ഇനി വാരിക്കോരി ചൊരിയണേ എന്നാണ് നമ്മൾ ഈ ഒരു ദുആയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട എല്ലാവരും അതിൽ ഉൾപ്പെടും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് നമ്മൾ പ്രാവർത്തികമാക്കുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഒരുപാട് ഖൈർ നൽകും, സൗഖ്യം നൽകും, സന്തോഷം നൽകും. അതുപോലെ തന്നെ നമ്മുടെ ഹുസ്നുൽ ഖാത്തിമത്ത്, നമ്മുടെ ആ ഒരു അവസാന സമയം, റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് പിരിയുന്ന ആ ഒരു സമയം, അൽഹംദുലില്ലാ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശുപാർശയോട് കൂടി നമ്മുടെ ചാരത്ത് വന്നുകൊണ്ട് കലിമ ചൊല്ലിത്തരികയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിത്തരികയും അതുപോലെ തന്നെ സന്തോഷത്തോടു കൂടി ഈ ദുനിയാവിൽ നിന്ന് നമുക്ക് മരണപ്പെടാനും ഈ ഒരു ദുആ കാരണമാവും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ നിത്യജീവിതത്തിൽ ഈ പരിശുദ്ധമായ കുഞ്ഞു ദുആ നമ്മൾ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിന് നൽകിയ ഒരു പോരിശയും ഒരു പ്രവാചകന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല. ലൈലത്തുൽ ഖദ്ർ ആർക്കാണ് നൽകിയത്? ഈ ഉമ്മത്തിനാണ്, അല്ലേ? അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവിലെ ആ ഒരു പ്രത്യേകത, ആ ഒരു നേട്ടം ആർക്കാണ് നൽകിയത്? ഈ ഉമ്മത്തിനാണ്. കൂടാതെ ഖുർആന്റെ വചനങ്ങൾ, സൂക്തങ്ങൾ, അതിൻ്റെ ആ ഒരു മഹത്വം നൽകി ആദരിച്ചത് ഏത് ഉമ്മത്തിനെ? ഈ ഉമ്മത്തിനെ. കാരണം എന്താ?
നമ്മുടെ കൂടെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. ആ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട, ആ തങ്ങളുടെ സമുദായത്തിൽപ്പെട്ടത് കൊണ്ടാണ് തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇത്രയും പോരിഷ അല്ലെങ്കിൽ ഇത്രയും മഹത്വം നൽകി നമ്മളെ ആദരിച്ചത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഉത്തമരായ സമുദായം ആരെന്ന് ചോദിച്ചാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും തങ്ങളുടെ സമുദായത്തിന് നൽകിയ ഒരു ആദരവും ഒരു പ്രത്യേകതയും ഒരു സവിശേഷതയും മറ്റൊരു സമുദായത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല. അതിൻ്റെ കാരണം നമ്മളെ പവർ കൊണ്ടല്ല, നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളായി നമ്മൾ മാറി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ലൈലത്തുൽ ഖദറിൻ്റെ ആ പോരിശയും അതുപോലെ തന്നെ ഖുർആന്റെ സൂക്തങ്ങളും വചനങ്ങളും എല്ലാം നൽകി ആദരിച്ച ഈ ഉമ്മത്തിനെ തീർച്ചയായിട്ടും നമ്മുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാളെ നമ്മളോടൊപ്പം ആഖിറലോകത്ത് നമുക്ക് സുഭാഷകനായിട്ട് വരണമെങ്കിൽ എന്തായാലും ഈ ദുനിയാവിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നമ്മുടെ യജമാനൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴേ തീർച്ചയായിട്ടും നമുക്ക് എന്തായാലും നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശുപാർശ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും തങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ പരിശുദ്ധമായ തിങ്കളാഴ്ച രാവിലെ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന രണ്ടാമത്തെ കാര്യം സ്വലാത്താണ്. സ്വലാത്ത് നമ്മൾ മുടങ്ങാതെ നമ്മൾ അനുവർത്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും തിങ്കളാഴ്ച രാവ്, പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് തിങ്കളാഴ്ച രാവിലെ നമ്മൾ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി തയ്യാറാവുക. അത് ഏത് സ്വലാത്തായാലും കുഴപ്പമില്ല. ഇബ്രാഹിമീയ സ്വലാത്താണ് ഏറ്റവും പ്രാധാന്യവും അതുപോലെ തന്നെ മഹത്വവും പുണ്യം നിറഞ്ഞ സ്വലാത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ രാവിലെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. മൂന്നാമതായി പറയാനുള്ളത് ദുആണ്. ദുആ മറച്ചു വെച്ച് ദുആയെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഒരു പ്രവർത്തനത്തിലും ഏർപ്പെടാനോ അല്ലെങ്കിൽ ചെയ്യാനോ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇന്നത്തെ പരിശുദ്ധമായ തിങ്കളാഴ്ച രാവിലെ നമ്മൾ ധാരാളം ദുആ ചെയ്യാനും അതുപോലെ തന്നെ നല്ല പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സ്വാലിഹായ അമലുകളും സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ അപരാധങ്ങളും എല്ലാ പോരായ്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ച് അവൻ ഇഷ്ടപ്പെടുന്ന മുത്തക്കീങ്ങളിൽ, സജ്ജനങ്ങളിൽ, മുഹ്സിനീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉറ്റവർ, ഇവർ എല്ലാവരുടെയും ബർസഖിയായ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്ദരമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹ് മറ്റൊരു വീടുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ വാഖിർദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും ഈ വിനീതനെയും കുടുംബത്തെയും ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു.